ഭക്തിസാന്ദ്രത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ലളിതാ സഹസ്രനാമത്തിലെ 193 മുതൽ 204 വരെയുള്ള നാമങ്ങളുടെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. 193 നാമം ദുഷ്ടധുരാ. ദുഷ്ടന്മാരെയൊക്കെ ദൂരെ മാറ്റി നിർത്തുന്നവൾ. ദുഷ്ടന്മാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ഭക്തി ഒന്നുമില്ലാതെ പ്രാപഞ്ചിക ജീവിതം സത്യമെന്നും ഇതാണ് ലോകമെന്നും കരുതി ജീവിക്കുന്നവർ. അവനവൻ്റെ സുഖത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന, തികച്ചും സ്വാർത്ഥലാഭത്തോടു കൂടി ജീവിക്കുന്നവരിൽ നിന്ന് ദേവി എത്രയോ അകലെയാണ് എന്നർത്ഥം. അടുത്തത് 194 നാമം ദുരാചാര ശമനി. ദുരാചാരങ്ങളെയൊക്കെ ശമിപ്പിക്കുന്നവൾ. ഇവിടെ ദേവിയെ ആരാധിക്കുന്ന രീതിയിലുള്ള നല്ല ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ദേവി എപ്പോഴും ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരിൽ ദേവി അനുഗ്രഹം ചൊരിയുന്നു. എന്നാൽ അനാവശ്യമായിട്ടുള്ള ആചാരങ്ങൾ ദേവി ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നർത്ഥം. അടുത്തത് 195 നാമം ദോഷവർജിത. ദോഷങ്ങളെ വർജിക്കുന്നവൾ. നമ്മുടെ ഉള്ളിലെ ദോഷങ്ങൾ എന്ന് പറയുന്നത് ആസക്തിയാണ്, രാഗവും ദ്വേഷവുമാണ് അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ അതിനെയൊക്കെ ഇല്ലാതാക്കി തരുന്നു ദേവി. അമ്മയോടടുക്കും തോറും നമ്മുടെ ഉള്ളിലെ ദുർവാസനയൊക്കെ ഇല്ലാതാവുന്നു എന്നർത്ഥം. അടുത്തത് 196 നാമം സർവജ്ഞ. എല്ലാം അറിയുന്നവളാണ് ദേവി. ഏതൊന്നറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായി തീരുമോ ആ അറിവുള്ളവൾ. അറിവിൻ്റെ നിറകുടമാണ് ദേവി. അതുകൊണ്ട് സർവജ്ഞയാണ്. അടുത്തത് 197 നാമം സാന്ദ്രകരുണ. അങ്ങേയറ്റം കരുണ ചൊരിയുന്നവൾ. നമ്മൾ ദേവിയോട് അടുക്കേണ്ട താമസമേ ഉള്ളൂ ദേവി നമ്മളിൽ കരുണ ചൊരിയാൻ തുടങ്ങും. പക്ഷേ നമ്മളായിട്ട് നമ്മുടെ മനസ്സിൻ്റെ വാതിൽ അടച്ചിരിക്കുകയാണ്. പകരം ഈ ലോകത്തിൽ കിട്ടുന്ന സുഖങ്ങളെ തേടി പോകുന്നു. ആ ദേവിക്കു നേരെയുള്ള മനസ്സൊന്ന് തുറന്നു നോക്കൂ. അപ്പോൾ അറിയാം ആ കാരുണ്യത്തിൻ്റെ യഥാർത്ഥ ഭാവം. അതാണ് സാന്ദ്രകരുണ. അടുത്തത് 198 നാമം സമാനാധികവർജിത. ദേവിക്ക് തുല്യമായിട്ടും ദേവിക്ക് അതീതമായിട്ടും. വർജിതമെന്നാൽ യാതൊന്നുമില്ല. ഈ ലോകത്ത് ദേവിക്ക് തുല്യം ദേവി മാത്രമേ ഉള്ളൂ. മുൻപൊരു നാമത്തിൽ പറഞ്ഞു നിസ്തുലയാണ് ദേവി എന്ന്. അടുത്തത് 199 നാമം സർവശക്തിമയി. എല്ലാറ്റിൻ്റെയും ശക്തിയാണ് ഭഗവതി. ദേവി ഇല്ലെങ്കിൽ ഇവിടെ ഒന്നിനും പ്രവർത്തിക്കാൻ സാധ്യമല്ല. എല്ലാ ദൈവിക ശക്തികളും ഉള്ളവൾ സർവശക്തിമയി എന്നർത്ഥം. അടുത്തത് 200 നാമം സർവമംഗള. എല്ലാ മംഗളകർമ്മങ്ങൾക്കും ഹേതുവായിട്ടുള്ളവൾ. തന്നെ ആശ്രയിക്കുന്നവർക്ക് എല്ലാ മംഗളങ്ങളെയും കൊടുക്കുന്നവളാണ് ദേവി. അങ്ങനെ സർവമംഗള സ്വരൂപിണിയാണ് ദേവി എന്നർത്ഥം. അടുത്തത് 201 നാമം സദ്ഗതിപ്രദ. സദ്ഗതിയെ അരുളുന്നവൾ. സദ്ഗതി എന്നാൽ സ്വർഗാനുഭവം മുതൽ മോക്ഷപര്യന്തമുള്ള ജീവൻ്റെ ഗതി. അപ്പോൾ സ്വർഗത്തിലേക്ക് പോകാനുള്ള സത്കർമ്മങ്ങൾ ചെയ്തവർക്ക് സ്വർഗത്തെ ദാനം ചെയ്യുന്നു. മോക്ഷത്തിനായിട്ട് ദേവിയെ അറിയുന്നവർക്ക് ആ സദ്ഗതിയായ മോക്ഷത്തെ തന്നെ പ്രദാനം ചെയ്യുന്നു എന്നർത്ഥം. അടുത്തത് 202 നാമം സർവേശ്വരി. സർവചരാചരങ്ങളെയും അടക്കി ഭരിക്കുന്നവൾ. എല്ലാറ്റിൻ്റെയും ഈശ്വരിയായിരിക്കുന്നവൾ എന്നർത്ഥം. അടുത്തത് 203 നാമം സർവമയി. എല്ലാ ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നവൾ. ഒരു വസ്ത്രത്തിൽ നൂല് എങ്ങനെയാണോ അതുപോലെ ഈ പ്രപഞ്ചമാകുന്ന വസ്ത്രം നെയ്തത് ദേവി എന്ന ശക്തി സ്വരൂപിണിയാണ്.
അങ്ങനെ സർവ്വതിലും നിറഞ്ഞിരിക്കുന്നവൾ സർവമയീ എന്നർത്ഥം. അടുത്തത് 204 നാമം. സർവമന്ത്രസ്വരൂപിണി, എല്ലാ മന്ത്രങ്ങളുടെയും സ്വരൂപമായവൾ. 7 കോടി മന്ത്രങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഏതൊന്നിനെ മനനം ചെയ്താൽ രക്ഷ പ്രാപിക്കുമോ അതാണ് മന്ത്രം. അങ്ങനെ എല്ലാ മന്ത്രങ്ങളും ദേവി തന്നെയാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദേവി സർവമന്ത്രസ്വരൂപിണിയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശിവശക്തിക്ക് രൂപിണ്യൈ നമഃ.